മാസപ്പടി വിവാദത്തിൽ വലിയ കൊള്ളയുടെ ഒരറ്റം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് പറയുന്നു. കരിമണൽ കമ്പനിയിൽ നിന്ന് 135 കോടി രൂപ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വാങ്ങിയെന്ന് കണ്ടെത്തിയിട്ടും ആരും പ്രതിഷേധിക്കുന്നില്ല. ആദായ നികുതി വകുപ്പിൻ്റെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നാൽ എല്ലാവരും ഞെട്ടുമെന്നും ഷോൺ ജോർജ് പറയുന്നു. ഒരു വലിയ കൊള്ള, അതിൻ്റെ ഒരു അറ്റം മാത്രമാണ് നമ്മുടെ രേഖകളിൽ നമ്മൾ കാണുന്ന ഈ 1,72,00,000 135 കോടിയും ഒക്കെ ആ ഒരു വലിയ അഴിമതിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇവിടെ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ട് ഇവിടെ ആരും ചോദിക്കുന്നില്ലല്ലോ. അതിൻ്റെ പുറത്ത് സമരങ്ങൾ നടക്കുന്നില്ലല്ലോ, അതിൻ്റെ പുറത്ത് പ്രക്ഷോഭങ്ങൾ നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം ഒരിക്കലും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി, അവരുടെ കയ്യിൽ, ഇനിയിപ്പോൾ അത് എവിടുന്ന് പോയോന്ന് എനിക്കറിയില്ല, അവരുടെ കയ്യിൽ ഇത് സംബന്ധിച്ചൊരു റെയ്ഡ് ഉൾപ്പെടെ നടത്തിയതിൻ്റെ സമഗ്രമായ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ എല്ലാവരും ഞെട്ടും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. എന്തായാലും കൂടുതൽ ആരോപണങ്ങൾ തന്നെയാണ് പരാതിക്കാരൻ കൂടിയായ ഷോൺ ജോർജ് ഉന്നയിക്കുന്നത്. നേരത്തെയും അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഈ ROCയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കണം, അതിനുവേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ CMRൽ നിന്നും പണം വാങ്ങിയത് ഒന്നോ രണ്ടോ പേര് മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കൾ ഉണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. 135 കോടി രൂപ ഏതൊക്കെ നേതാക്കൾക്ക് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇത് കാണിച്ചുകൊണ്ട് ചില പരാതികൾ നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അതിൽ കൃത്യമായിട്ട് ചില കണ്ടെത്തലുകൾ ഇൻകം ടാക്സ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അത് പുറത്തു വന്നാൽ കൂടുതൽ പേരുകൾ പുറത്തു വരും, കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ഒരു നിർണായക വെളിപ്പെടുത്തൽ കൂടിയാണ് ഷോൺ ജോർജ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വലിയ കള്ളം ചെയ്ത ഒരാൾ ഒരു മാങ്ങ പറിക്കുമ്പോൾ പിടിക്കപ്പെടുന്നത് പോലെയുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അത് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഷോൺ ജോർജ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള നിയമ നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോകുമെന്നും നമ്മളോട് അല്പസമയം മുമ്പ് അദ്ദേഹം വ്യക്തമാക്കി. താങ്ക് യു ടോബി ജോൺസൺ. അബിൻ ബേബി ചോദിക്കുക, SKN മഹാരാജാസ് കോളേജിലെ സംഘർഷത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് വേണം. തീർച്ചയായിട്ടും ഇപ്പോൾ അപ്ഡേറ്റ് വരാം. നമ്മളതിൻ്റെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ശ്യാംകുമാറിൻ്റെ അന്വേഷണത്തിലാണ്. മഹേഷ് മഹി പറയുന്നത് SKN പറയുന്നുണ്ടെന്ന് തോന്നുന്നത് ഒരിക്കലും ഇല്ലെന്നേ, പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. 24ൻ്റെ സ്പോർട്സ് വാർത്താഭാഗം കുറച്ചുകൂടി നന്നാക്കണം. നമ്മുടെ സ്വന്തം ചാനലായതുകൊണ്ടാണ് അഭിപ്രായം പറയുന്നത്. മഹേഷ് മഹി, നമ്മൾ തമ്മിൽ എന്തിനാണ് ഈ ഒരു മറയും തിരിയും ഇല്ലാതെ നിങ്ങൾ പറയണം, നമ്മൾ പരമാവധി നടപ്പിലാക്കുകയും ചെയ്യും. സ്പോർട്സ് ഭാഗത്തോട് കർക്കശമായ ചില മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ആവശ്യപ്പെടാം.